ഇന്നത്തെ പാഠം പഠിച്ചു തുടങ്ങുന്നതാണ്. നിങ്ങളുടെ അധ്വാനമാണ് ബലിയായി തീരുന്നത്. ഇനി ഈ ഒരാഴ്ച സമയം എല്ലാ ദിവസവും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് പിതാവ് മാലാഖ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് വസിച്ചാലും നാഥ ഈശോയുടെ കുഞ്ഞുമക്കളെ, സന്തോഷമല്ലേ? ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് ലത്തീൻ ഭാഷയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാൻ പഠിപ്പിച്ചു. നമ്മളെല്ലാവരും അത് പഠിച്ചതാണ് അല്ലേ? ഓർക്കുന്നുണ്ടല്ലേ? നമുക്ക് ലത്തീൻ ഭാഷയിൽ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങാം. ലൗദേത്തോർ ഈസൂസ് ക്രിസ്തുസ് പെർ സെംപെർ. വെരി ഗുഡ്. എല്ലാവരും നന്നായി പഠിച്ചു, നന്നായി ഓർമ്മിച്ചു. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനം എല്ലാവരും ചെയ്തായിരുന്നോ? വചനഭാഗം പഠിച്ചില്ലായിരുന്നോ? എല്ലാ ദിവസവും വായിച്ചില്ലേ? മിടുക്കര്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. കണ്ണുകളെല്ലാം അടച്ച് കൈകൾ കൂപ്പിപ്പിടിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശോയുടെ ഒരു രൂപം മനസ്സിലൊന്ന് ഓർത്തേ. ആ ഈശോയുടെ മുഖത്ത് നോക്കി, കണ്ണുകളിൽ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ കുടുംബത്തെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ പൂർണ്ണമായും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുക്കുടുംബം പോലെ വിശുദ്ധിയും നന്മയും നിറഞ്ഞതാക്കി എൻ്റെ കുടുംബത്തെയും മാറ്റണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, ലോകത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. ഓക്കെ, നമ്മൾ ഇന്നത്തെ പാഠം പഠിച്ചു തുടങ്ങുന്നതാണ്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കുറേ നാൾ ജീവിക്കണമെന്ന് ഇഷ്ടമുണ്ടോ? അപ്പച്ചനോടും അമ്മച്ചിയോടും നിങ്ങളുടെ കൂട്ടുകാരോടും സഹോദരങ്ങളോടൊക്കെ ചേർന്ന് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിന് ഒരു വഴി ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? സാറ് പറഞ്ഞുതരാം. വചനത്തിലൂടെയാണ് ആ വഴി നമ്മൾ കണ്ടെത്തുന്നത്. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകുവാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഒന്നുകൂടി സാറ് വായിക്കാം, ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകുവാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അപ്പോൾ വാഗ്ദാനത്തോടു കൂടിയ ഏക കൽപ്പനയാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്നുള്ളത്. ദൈവം മോശ വഴി നമുക്ക് നൽകിയ 10 കൽപ്പനകളിൽ 4-ാമത്തെ കൽപ്പനയാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നുള്ളത്. ആ ഒരു കൽപ്പനയ്ക്കാണ് ദൈവം ഈ വാഗ്ദാനം തിരുവചനത്തിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ കൂട്ടുകാരോടൊപ്പം, സഹോദരങ്ങളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ആഗ്രഹിക്കുന്ന നമ്മൾ ഈ വചനം അനുസരിക്കണം. എന്താണ് വചനത്തിൽ പറയുന്നത്? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. നമ്മളായിരിക്കുന്ന നാട്ടിൽ, ദേശത്ത് നമ്മൾ വസിക്കുമ്പോൾ നന്മയുണ്ടാകുവാനും നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ 2 കാര്യങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ഇനി നമ്മളുടെ കുടുംബങ്ങൾക്ക് ഏറ്റവും വലിയ മാതൃകയാണെന്ത്? തിരുക്കുടുംബം. ആരൊക്കെയാണ് തിരുക്കുടുംബത്തിലുള്ളത്? ഒന്ന് പറഞ്ഞേ. ഔസേപ്പിതാവ്, മാതാവ്, ഈശോ. വെരി ഗുഡ്. അപ്പോൾ ഔസേപ്പിതാവും മാതാവും ഈശോയും ചേർന്ന ആ തിരുക്കുടുംബമാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് എന്നും മാതൃകയായിട്ടുള്ളത്. തിരുക്കുടുംബത്തിൽ എങ്ങനെയായിരുന്നു? ഔസേപ്പിതാവ് മാലാഖ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് പ്രാർത്ഥനയോടെ അനുസരിച്ചു. ഈശോയെ കരുതുന്ന കാര്യത്തിൽ, ഈശോ ജനിച്ചു കഴിഞ്ഞ പിന്നെ ഹെറോദേസ് കുഞ്ഞിനെ കൊല്ലാനായിട്ടൊക്കെ പറയുമ്പോഴും മാലാഖ അറിയിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് എത്രയും പെട്ടെന്ന് ആ
പറയുന്ന നിമിഷത്തിൽ തന്നെ ഔസേപ്പിതാവ് അത് അനുസരിക്കുന്നുണ്ട്. മാതാവ് ഔസേപ്പിതാവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയോടെ അവർ ഉണ്ണീശോയെ വളർത്തുന്നത് നമുക്ക് കാണാം. പിന്നീട് അവർ ചെല്ലുന്ന നാട്ടിലും ആ കുടുംബം നോക്കുന്നതിന് വേണ്ടി ഔസേപ്പിതാവ് തനിക്കറിയുന്ന മരപ്പണി ചെയ്ത് അവരെ കുടുംബം നോക്കാൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ മാതാപിതാക്കളും നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. അവർ നമ്മളെ നന്മയിൽ വളർത്തുന്നതിനും വിശുദ്ധിയിൽ വളർത്തുന്നതിനും വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. അങ്ങനെ അവരുടെ അധ്വാനമാണ് ബലിയായി തീരുന്നത്. ഇനി ഈശോ സ്വന്തം ജീവൻ നമുക്ക് ബലിയായി തന്ന് നമ്മെ വീണ്ടെടുത്തു. ഇതുപോലെ മാതാപിതാക്കന്മാരുടെ അധ്വാനവും ബലിയായി കൂട്ടപ്പെടുന്നു, നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്കായുള്ള ബലി. അങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളും ദേവാലയമാക്കപ്പെടുന്നത്. ഇനി ഈശോ സങ്കീർത്തനങ്ങൾ മാതാവ് ഈശോയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഈശോ ആ സങ്കീർത്തനങ്ങളായ പ്രാർത്ഥനകൾ ഉരുവിടുമായിരുന്നു. ഇതുപോലെ നമ്മളും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് ഒരുമിച്ച് നിലനിൽക്കുന്നത്. അപ്പം നമുക്ക് തിരുക്കുടുംബത്തെ പോലെ നമ്മുടെ കുടുംബങ്ങളെയും വിശുദ്ധമായി മാറ്റണം, വേണ്ടേ? നിങ്ങളുടെ കുടുംബങ്ങളിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? മാതാപിതാക്കളോടൊത്ത്, സഹോദരങ്ങളോടൊത്ത്. അപ്പോൾ ഒരുമിച്ച് സന്തോഷത്തോടെ ആയിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. വീട്ടിലും അതുപോലെ നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ ദേവാലയത്തിലുമെല്ലാം വളരെ ഭക്തിയോടെ, ഏറെ ശ്രദ്ധയോടെ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ് ഏറ്റവും സന്തോഷത്തോടെ ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈശോ മാതാവിനെയും ഔസേപ്പിതാവിനെയും അനുസരിച്ചാണ് വളർന്നു വന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ, ജ്ഞാനത്തിലും പ്രായത്തിലും ഈശോ മാതാപിതാക്കളുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ, മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർന്നു വന്നു. ഇതാണ് തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഈശോയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ നമ്മളും മാതാപിതാക്കന്മാരെയും സമൂഹത്തിലെ മുതിർന്നവരെയും മറ്റുള്ളവരെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്ത് പ്രീതിയിൽ വളർന്നു വരണം. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പാഠത്തിലൂടെ പഠിച്ചത്? ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ് നമ്മുടെ കുടുംബം. നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മൾ ബഹുമാനിക്കണം. തിരുക്കുടുംബത്തെ പോലെ സന്തോഷമുള്ള കുടുംബം നമുക്കുണ്ടാകുവാൻ വേണ്ടി നമ്മൾ ദിവസവും പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് സാറ് 2 ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ തരുന്നത്. ശ്രദ്ധയോടെ കേൾക്കണം. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്നറിയാമോ? പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ഒന്നുകൂടെ സാറ് പറയാം, ശ്രദ്ധയോടെ കേൾക്കണേ. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത് മാതാപിതാക്കന്മാരോടുള്ള കടമകൾ എന്തൊക്കെയാണെന്നാണ്. ഈ 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ ദിവസവും വായിക്കണം. ഈ ഒരാഴ്ച സമയം എല്ലാ ദിവസവും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ വചനഭാഗം വായിക്കണം. വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിക്കുകയും വേണം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി. രണ്ടാമത്തെ ആക്ടിവിറ്റി, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 38 നിങ്ങളുടെ കുടുംബവുമായി ഏറ്റവും സന്തോഷകരമായുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ എഴുതുക. നമുക്കറിയാം, നമുക്കിപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മുടെ ഫാമിലി ഒന്നിച്ച് അപ്പനും അമ്മയും സഹോദരങ്ങളും കൂട്ടുകാരൊക്കെ ചേർന്ന് നമ്മൾ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്നത് എപ്പോഴൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ആ ആക്ടിവിറ്റി അനുസരിച്ച് നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും സന്തോഷമായിട്ടുള്ള അനുഭവങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 38-ാമത്തെ പേജിൽ തന്നിരിക്കുന്ന ആ സ്ഥലത്ത് എഴുതി ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് കൈകൾ കൂപ്പിപ്പിടിച്ച്, എൻ്റെ ഈശോയെ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ അങ്ങ് എനിക്ക് നൽകിയ നല്ല മാതാപിതാക്കളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്നും ഈശോയുടെ തിരുക്കുടുംബത്തോട് സമാനമായ രീതിയിൽ വിശുദ്ധിയോടെ ഞങ്ങളുടെ കുടുംബങ്ങളുമായിരിക്കുവാൻ, വിശുദ്ധിയോടും സ്നേഹത്തോടും കൂടെ ജീവിക്കുവാൻ, മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ആമേൻ. അപ്പോൾ സന്തോഷമായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അനുസരണയോടെ ജീവിക്കേണ്ടതെന്നുള്ള ഒരു വീഡിയോ കാണാം.
dinner. I just cleaned the house, so remember, take your shoes off. Okay, Mom. We're clear for landing. Yeah! Caleb! Did Mommy tell you to take off your shoes? Yes. Mom worked very hard to clean the house today. How will she feel when she sees this? I'm sorry, Daddy. I know. Let's clean this up together. So that was a lot of work, right? Yeah. You know, if you had listened to Mommy, you wouldn't have had to do all that work. My son, when we tell you to do something, it's because we love you. We want the best for you. Remember what we learned in family worship? It is here in Ephesians. What chapter is that? 6. Right, very good. This is what Jehovah wants you to do. Children, that's you, Caleb. Be obedient to your parents, that it may go well with you. That's why you should always listen to Mom and Daddy. Dinner's ready. Come and eat. Come on, let's go get some food. Okay, Dad. Whoop! Okay. Beep, beep, beep. Okay, stop. What? Beep, beep, beep. Hey, you almost hit me. Sorry. Release the marble. What a mess! Caleb, it is time for family worship. Get your book. And pick up all these marbles. Someone could get hurt. Always listen to Mom and Daddy. Thank you. I'm so proud of you for obeying. Now, let's hurry up. Your sister and dad are waiting for us. Sophia, what do you see in this picture? Oh, good. Now everybody's here. Let's say a prayer to begin family worship. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കേ